നിങ്ങളൊരു ഇ-കൊമേഴ്സ് പ്രൊഫഷണലിസ്റ്റ് ആണോ? അങ്ങനെയാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കാണണം. കാര്യം ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ ദുബായിൽ ഇ-കൊമേഴ്സ് മേഖലയിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള കുറച്ച് പ്രൊഫൈലുകളെ കുറിച്ചാണ് പറയുന്നത്. ഹബീബി, കം ടു മൈ ചാനൽ. ഇ-കൊമേഴ്സ് മേഖലയിലെ ആദ്യത്തെ പ്രൊഫൈൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. അത് ഇ-കൊമേഴ്സ് മാനേജേഴ്സ് ആണ്. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതായത് അസിസ്റ്റന്റ് ഇ-കൊമേഴ്സ് മാനേജർ, ഇ-കൊമേഴ്സ് മാനേജർ, സീനിയർ ഇ-കൊമേഴ്സ് മാനേജർ. ഇനി ഇവർക്ക് വേണ്ടൊരു ക്വാളിഫിക്കേഷൻ നോക്കിയാൽ ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, മാർക്കറ്റിംഗ് ഓർ IT. ഇനി ഇവരുടെ ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജൂനിയർ ലെവലിലേക്ക് 3 മുതൽ 5 മുതൽ എക്സ്പീരിയൻസും ഒരു സീനിയർ ലെവലിലേക്ക് 6 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസും ഉണ്ടാവണം. ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഓവർസീ ഇ-കൊമേഴ്സ് ഓപ്പറേഷൻ, മാനേജ് ഓൺലൈൻ സെയിൽസ് പ്ലാറ്റ്ഫോംസ്, അതുപോലെ ഇംപ്ലിമെന്റ് സ്ട്രാറ്റജീസ് ഫോർ റവന്യൂ ഗ്രോത്ത്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി റേഞ്ച് നോക്കാം. ഒരു അസിസ്റ്റന്റ് ഇ-കൊമേഴ്സ് മാനേജർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെയാണ്. അതായത് INR 2,70,000 മുതൽ 4 ലക്ഷം രൂപ വരെ. ഇനി ഒരു ഇ-കൊമേഴ്സ് മാനേജറിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 25,000 മുതൽ 30,000 ദിർഹംസ് വരെ. അതായത് 4.5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ. ഇനി ഒരു സീനിയർ ലെവലുള്ള ഒരു മാനേജർ കിട്ടുന്ന സാലറി നോക്കിക്കഴിഞ്ഞാൽ AED 35,000 മുതൽ AED 60,000 ദിർഹംസ് വരെ. അതായത് 8 ലക്ഷം മുതൽ 13.5 ലക്ഷം രൂപ വരെ. അടുത്തതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്. ഇവരെയും 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ. ഇനി ഇവർക്ക് വേണ്ട ഒരു എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഇൻ മാർക്കറ്റിംഗ് ഓർ കമ്മ്യൂണിക്കേഷൻ ഓർ റിലേറ്റഡ് ഫീൽഡ്, ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ബ്ലൂ പ്രിന്റ്, ഹബ്സ്പോട്ട് എന്നീ മേഖലയിലുള്ളൊരു സർട്ടിഫിക്കറ്റും ഇവർക്ക് ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജ് SEO SEM സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ്, അതുപോലെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലുള്ളൊരു അനലിറ്റിക്സും. ഇനി ഇവരുടെ ഒരു സാലറി നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതായത് എക്സിക്യൂട്ടീവ്, സ്പെഷ്യലിസ്റ്റ്, മാനേജർ. ഇനി ഒരു എക്സിക്യൂട്ടീവിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8,000 മുതൽ 12,000 ദിർഹംസ് വരെ. INR നോക്കിക്കഴിഞ്ഞാൽ 1,80,000 മുതൽ 2,70,000 രൂപ വരെ. ഇനി ഒരു സ്പെഷ്യലിസ്റ്റിന്റെ സാലറി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് AED 12,000 മുതൽ 18,000 ദിർഹംസ് വരെ ഒരു മാസം കിട്ടുന്ന ആവറേജ് സാലറി. INR നോക്കിക്കഴിഞ്ഞാൽ 2,70,000 മുതൽ 4 ലക്ഷം രൂപ വരെ. ഇനി ഒരു മാനേജർ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 20,000 മുതൽ 40,000 രൂപ വരെ. അതായത് 4.5 ലക്ഷം മുതൽ 9 ലക്ഷം രൂപ വരെ. അടുത്തത് പ്രോഡക്റ്റ് മാനേജർ ഇ-കൊമേഴ്സ്. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. പ്രോഡക്റ്റ് മാനേജർ, സീനിയർ പ്രോഡക്റ്റ് മാനേജർ, ഹെഡ് ഓഫ് പ്രോഡക്റ്റ്. ഇവരുടെ ഒരു എഡ്യൂക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് IT ഓർ പ്രോഡക്റ്റ് മാനേജ്മെന്റ്. അതുപോലെ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു എൻട്രി റോളിലേക്ക് 3 മുതൽ 5 വർഷത്തെയും അതുപോലെ സീനിയർ റോളിന് 8 വർഷത്തിന് മുകളിലും എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇനി ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ മാനേജ് പ്രോഡക്റ്റ് ലൈഫ് സ്റ്റൈൽ, കോർഡിനേറ്റ് വിത്ത് ടെക് ആൻഡ് മാർക്കറ്റിംഗ് ടീംസ് ആൻഡ് എൻഹാൻസ് കസ്റ്റമർ എക്സ്പീരിയൻസ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നോക്കിയാൽ ഒരു മാനേജർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 15,000 മുതൽ 25,000 ദിർഹംസ് വരെ. ഇന്ത്യൻ രൂപയിൽ നോക്കിക്കഴിഞ്ഞാൽ 3.5 ലക്ഷം മുതൽ 5.5 ലക്ഷം രൂപ വരെ. ഒരു സീനിയർ ലെവൽ മാനേജർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 30,000 മുതൽ 50,000 ദിർഹംസ് വരെ. അതായത് 6,70,000 മുതൽ 11 ലക്ഷം രൂപ വരെ. അടുത്തത് ഹെഡ് ഓഫ് പ്രോഡക്റ്റ്. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 50,000 മുതൽ 80,000 ദിർഹംസ് വരെ. അതായത് 11 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെ. അടുത്തതാണ് ഇ-കൊമേഴ്സ് വെബ് ഡെവലപ്പർ. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതായത് ജൂനിയർ വെബ് ഡെവലപ്പർ, മിഡ് ലെവൽ വെബ് ഡെവലപ്പർ, അതുപോലെ സീനിയർ വെബ് ഡെവലപ്പർ ഓർ ലീഡ് ഡെവലപ്പർ. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ്, IT ഓർ റിലേറ്റഡ് ഫീൽഡ്. ഇനി ഒരു അഡ്വാൻസ് റോളിലേക്ക് സ്പെസിഫിക് ടെക്നോളജീസ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക്സ് ഉള്ള ഒരു സർട്ടിഫിക്കേഷനും നിർബന്ധമാണ്. ഇനി ഇവർക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു 3 സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷോപ്പിഫൈ പാർട്ണർ സർട്ടിഫിക്കേഷൻ, മാഗ്നറ്റോ ഡെവലപ്പർ സർട്ടിഫിക്കേഷൻ ആൻഡ് ഗൂഗിൾ അനലിറ്റിക്സ് സർട്ടിഫിക്കേഷൻ. ഇനി ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് ലെവൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജൂനിയർ ഡെവലപ്പർക്ക് 0 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതുപോലെ ഒരു മിഡ് ലെവൽ ഡെവലപ്പർക്ക് 2 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഒരു സീനിയർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മാനേജിംഗ് കോംപ്ലക്സ് ഇ-കൊമേഴ്സ് പ്രൊജക്ട് എന്നീ മേഖലകളിൽ 5 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കാം. ഒരു ജൂനിയർ ഡെവലപ്പർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 6,000 മുതൽ 10,000 ദിർഹംസ് വരെയാണ്. അതായത് 1,30,000
മുതൽ 2,25,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ ഡെവലപ്പർ കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 20,000 ദിർഹംസ് വരെ, അതായത് 2,70,000 മുതൽ 4.5 ലക്ഷം രൂപ വരെ. ഇനി ഒരു സീനിയർ ഡെവലപ്പർ കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 20,000 മുതൽ 35,000 ദിർഹംസ് വരെ, അതായത് 4.5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ. ഇനി നമുക്ക് ലീഡ് ഡെവലപ്പർ കിട്ടുന്ന ഒരു സാലറി നോക്കാം. ഇവർക്ക് കിട്ടുന്നത് AED 35,000 മുതൽ 50,000 ദിർഹംസ് വരെ, ഇന്ത്യൻ രൂപ നോക്കിക്കഴിഞ്ഞാൽ 8 ലക്ഷം മുതൽ 11 ലക്ഷം രൂപ വരെ. അടുത്തത് ഇ-കൊമേഴ്സ് കണ്ടന്റ് മാനേജർ. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ജൂനിയർ കണ്ടന്റ് സ്പെഷ്യലിസ്റ്റ്, ഇ-കൊമേഴ്സ് കണ്ടന്റ് മാനേജർ, സീനിയർ കണ്ടന്റ് മാനേജർ. ഇനി ഇവർക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, ഇംഗ്ലീഷ് ഓർ റിലേറ്റഡ് ഫീൽഡ്, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഇവർക്ക് വേണ്ടി ഒരു മെയിൻ സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹബ്സ്പോട്ട് കണ്ടന്റ് മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ, ഗൂഗിൾ അനലിറ്റിക്സ് സർട്ടിഫിക്കേഷൻ, SEO സർട്ടിഫിക്കേഷൻസ് ലൈക്ക് യോസ്റ്റ്, മോസ്. ഇനി ഇവർക്ക് വേണ്ടി ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജൂനിയർ സ്പെഷ്യലിസ്റ്റിന് 0 മുതൽ 2 വർഷത്തെ എക്സ്പീരിയൻസ്, അതുപോലെ ഒരു കണ്ടന്റ് മാനേജർക്ക് ഇ-കൊമേഴ്സ് കണ്ടന്റ് മാനേജ്മെന്റിൽ ഒരു 3 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഇനി ഒരു സീനിയർ മാനേജർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ ഇ-കൊമേഴ്സ് ലീഡർഷിപ്പ് റോളിൽ 6 വർഷത്തിന് മുകളിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കിക്കഴിഞ്ഞാൽ ഒരു ജൂനിയർ സ്പെഷ്യലിസ്റ്റിന് AED 6,000 മുതൽ 10,000 ദിർഹംസ് വരെ, അതായത് ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് 1,30,000 മുതൽ 2,30,000 രൂപ വരെ. ഇനി ഒരു കണ്ടന്റ് മാനേജർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് 12,000 മുതൽ 20,000 ദിർഹംസ് വരെ, INR 2,70,000 മുതൽ 4.5 ലക്ഷം രൂപ വരെ. ഇനി ഒരു സീനിയർ മാനേജറുടെ സാലറി നോക്കിക്കഴിഞ്ഞാൽ 25,000 മുതൽ 40,000 ദിർഹംസ് വരെയാണ്. ഇന്ത്യൻ രൂപ നോക്കിക്കഴിഞ്ഞാൽ 5.5 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ. അടുത്തതാണ് സോഷ്യൽ മീഡിയ മാനേജേഴ്സ്, ഇ-കൊമേഴ്സ്. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ്, അതായത് ജൂനിയർ. അടുത്തത് സോഷ്യൽ മീഡിയ മാനേജർ ആൻഡ് സീനിയർ സോഷ്യൽ മീഡിയ മാനേജർ. ഇനി ഇവർക്ക് വേണ്ടി വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ്, അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓർ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇനി ഇവർക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കേഷൻ നോക്കാം. ഇവർക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ ഇവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും ഇവരുടെ ഒരു കരിയർ ഡെവലപ്മെന്റിന്. മെറ്റ, അതായത് ഫേസ്ബുക്ക് ബ്ലൂ പ്രിന്റ് സർട്ടിഫിക്കേഷൻ, അതുപോലെ ഗൂഗിൾ ആർട്സ് സർട്ടിഫിക്കേഷൻ, ഹബ്സ്പോട്ട് സോഷ്യൽ മീഡിയ സർട്ടിഫിക്കേഷൻ. ഇനി ഇവർക്ക് വേണ്ടി ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാനേജ്മെന്റിൽ 2 വർഷത്തിനുള്ളിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പെയ്ഡ് ക്യാമ്പയിൻസ് മാനേജ് ചെയ്യുന്നതിൽ 3 മുതൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇവർക്ക് ഉണ്ടായിരിക്കണം. ഇനി സീനിയർ സോഷ്യൽ മീഡിയ മാനേജർ, ഇവർക്ക് സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി എക്സിക്യൂഷൻ ആൻഡ് ROI ജനറേഷനിൽ കുറഞ്ഞത് 6 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 6,000 മുതൽ 10,000 ദിർഹംസ് വരെയാണ്. ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് 1,30,000 മുതൽ 2,20,000 രൂപ വരെ. ഇനി ഒരു സോഷ്യൽ മീഡിയ മാനേജർ കിട്ടുന്ന ഒരു സാലറി നോക്കിക്കഴിഞ്ഞാൽ AED 12,000 മുതൽ 20,000 ദിർഹംസ് വരെ, അതായത് 2,70,000 മുതൽ 4,50,000 രൂപ വരെ. സീനിയർ മാനേജർ ഓർ സ്ട്രാറ്റജിസ്റ്റ്, ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 25,000 മുതൽ 40,000 ദിർഹംസ് വരെ, അതായത് 5.5 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ. അടുത്തത് ഇ-കൊമേഴ്സ് ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റ്. ഇവരെ നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റ്, അതുപോലെ ലോജിസ്റ്റിക്സ് മാനേജർ. ഇനി ഇവർക്ക് വേണ്ടി ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ഓർ ബിസിനസ്. ഇവർക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് API CS ഓർ CSCP. ഇനി ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റേഴ്സിന് 2 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസും ഒരു മാനേജറിയൽ റോളിലേക്ക് 5 വർഷത്തിന് മുകളിലുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് മാനേജ് ഇൻവെന്ററി, ഷിപ്പിംഗ് ആൻഡ് ഫുൾഫിൽമെന്റ് ഫോർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കിക്കഴിഞ്ഞാൽ ഒരു കോർഡിനേറ്റർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 6,000 മുതൽ 10,000 ദിർഹംസ് വരെയാണ്, അതായത് 1,30,000 മുതൽ 2,25,000 രൂപ വരെ. ഇനി ഒരു സ്പെഷ്യലിസ്റ്റിന് കിട്ടുന്ന സാലറി നോക്കിക്കഴിഞ്ഞാൽ AED 10,000 മുതൽ 15,000 ദിർഹംസ് വരെയാണ്, അതായത് 2,25,000 മുതൽ 3,40,000 രൂപ വരെ. ഇനി ഒരു മാനേജറിയൽ പോസ്റ്റിലുള്ള ഒരാളുടെ സാലറി നോക്കിക്കഴിഞ്ഞാൽ 20,000 മുതൽ 40,000 ദിർഹംസ് വരെ, INR 4.5 ലക്ഷം രൂപ മുതൽ 9 ലക്ഷം രൂപ വരെ. അടുത്തത് UX UI ഡിസൈനർ ഇ-കൊമേഴ്സ്. ഇവരെ നമുക്ക് 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. UX UI ഡിസൈനർ, സീനിയർ UX UI ഡിസൈനർ, UX UI ടീം ലീഡ്. ഇനി ഇവർക്ക് വേണ്ടൊരു ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഇൻ ഡിസൈൻ IT ഓർ
റിലേറ്റഡ് ഫീൽഡ്. ഇനി ഇവർക്ക് വേണ്ട സർട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് വിത്ത് ഡിസൈൻ ടൂൾസ് ലൈക്ക് അഡോബ് XD, ഫിഗ്മ ആൻഡ് സ്കെച്ച്. ഇനി ഇവരുടെ ഒരു സാലറി റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസൈനർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 10,000 മുതൽ 15,000 ദർഹംസ് വരെ, ഇന്ത്യൻ രൂപ 2,25,000 മുതൽ 3,40,000 രൂപ വരെ. ഒരു സീനിയർ ഡിസൈനർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 15,000 മുതൽ 25,000 ദർഹംസ് വരെ, അതായത് 3,40,000 മുതൽ 5,60,000 രൂപ വരെ. ഇനി ടീം ലീഡ്, ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 25,000 മുതൽ 40,000 ദർഹംസ് വരെ, INR 5,60,000 മുതൽ 9,00,000 രൂപ വരെ. അടുത്തത് ഡേറ്റ അനലിസ്റ്റ്, ഇ-കൊമേഴ്സ്. ഇവരെയും 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്യാം, അതായത് ഡേറ്റ അനലിസ്റ്റ്, സീനിയർ അനലിസ്റ്റ്, ഇ-കൊമേഴ്സ് ഡേറ്റ അനലിസ്റ്റ്, മാനേജർ. ഇവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഇൻ ഡേറ്റ സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ റിലേറ്റഡ് ഫീൽഡ്. ഇനി ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു അനലിസ്റ്റിന് വേണ്ടത് 2 മുതൽ 4 വർഷം വരെയുള്ള ഒരു എക്സ്പീരിയൻസും അതുപോലെ ഒരു സീനിയർ റോളിലേക്ക് 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അനലൈസ് കസ്റ്റമർ ബിഹേവിയർ, സെയിൽസ് ട്രെൻഡ് ആൻഡ് വെബ്സൈറ്റ് പെർഫോമൻസ് ഡേറ്റ ടു ഒപ്റ്റിമൈസ് സ്ട്രാറ്റജീസ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു അനലിസ്റ്റിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദർഹംസ് വരെയാണ്. INR നോക്കിക്കഴിഞ്ഞാൽ 2,70,000 മുതൽ 4,00,000 രൂപ വരെ. ഒരു സീനിയർ അനലിസ്റ്റിന് കിട്ടുന്ന സാലറി നോക്കിക്കഴിഞ്ഞാൽ 20,000 മുതൽ 35,000 ദർഹംസ് വരെയാണ്. INR 4,00,000 മുതൽ 8,00,000 രൂപ വരെ. ഇനി ഒരു മാനേജർ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 35,000 മുതൽ 50,000 ദർഹംസ് വരെയാണ്. INR 8,00,000 മുതൽ 11,00,000 രൂപ വരെ. അടുത്തതാണ് കസ്റ്റമർ സപ്പോർട്ട് സ്പെഷ്യലിസ്റ്റ്, ഇ-കൊമേഴ്സ്. ഇവരെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: കസ്റ്റമർ സപ്പോർട്ട് ഏജന്റ്, കസ്റ്റമർ സപ്പോർട്ട് ടീം ലീഡ്, കസ്റ്റമർ സപ്പോർട്ട് മാനേജർ. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ഹൈസ്കൂൾ ഡിപ്ലോമ ഓർ ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ്. ഇനി ഇവരുടെ ഒരു എക്സ്പീരിയൻസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏജന്റ് റോളിലേക്ക് 0 മുതൽ 2 വർഷത്തെയും അതുപോലെ ഒരു ലീഡ് റോളിലേക്ക് 3 മുതൽ 5 വർഷത്തെയും ഒരു മാനേജർ റോളിലേക്ക് 6 വർഷത്തിന് മുകളിലുമുള്ള എക്സ്പീരിയൻസ് ഈ പറയുന്ന പ്രൊഫഷൻസിന് ഉണ്ടായിരിക്കണം. ഇനി ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഹാൻഡിൽ കസ്റ്റമർ എൻക്വയറീസ്, കംപ്ലൈൻസ് ആൻഡ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ഓൺലൈൻ ഓർഡേഴ്സ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നമുക്ക് നോക്കാം. ഒരു ഏജന്റിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 4,000 മുതൽ 7,000 ദർഹംസ് വരെയാണ്, അതായത് 90,000 മുതൽ 1,60,000 രൂപ വരെ. ഇനി ഒരു ടീം ലീഡറിന്റെ സാലറി നോക്കിക്കഴിഞ്ഞാൽ AED 8,000 മുതൽ 12,000 ദർഹംസ് വരെ, അതായത് 1,80,000 മുതൽ 2,70,000 രൂപ വരെ. അടുത്തത് മാനേജർ. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 15,000 മുതൽ AED 25,000 ദർഹംസ് വരെ, INR 3,40,000 മുതൽ 5,60,000 രൂപ വരെ. അടുത്തത് SEO ഓർ SEM സ്പെഷ്യലിസ്റ്റ്. ഇവരെയും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം: SEO ഓർ SEM അനലിസ്റ്റ്, SEO ഓർ SEM സ്പെഷ്യലിസ്റ്റ്, SEO ഓർ SEM മാനേജർ. ഇനി ഇവർക്ക് വേണ്ട ഒരു വിദ്യാഭ്യാസ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ഇൻ മാർക്കറ്റിംഗ്, IT ഓർ റിലേറ്റഡ് ഫീൽഡ്. ഇനി ഇവർക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ആർട്സ്, ഗൂഗിൾ അനലിറ്റിക്സ്. ഇനി ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പെഷ്യലിസ്റ്റിന് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2 മുതൽ 4 വരെയും അതുപോലെ ഒരു മാനേജീരിയൽ പോസ്റ്റിലേക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 5 വർഷത്തിന് മുകളിലുമാണ്. ഇനി ഇവരുടെ ഒരു മെയിൻ റെസ്പോൺസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഒപ്റ്റിമൈസ് സെർച്ച് എഞ്ചിൻ റാങ്കിങ്സ് ആൻഡ് മാനേജ് പേപ്പർ ക്ലിക്ക് ക്യാമ്പയിൻസ് ഫോർ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ്. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി നോക്കിക്കഴിഞ്ഞാൽ ഒരു അനലിസ്റ്റിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8,000 മുതൽ 12,000 ദർഹംസ് വരെ, INR നോക്കിക്കഴിഞ്ഞാൽ 1,80,000 മുതൽ 2,70,000 രൂപ വരെ. ഇനി ഒരു സ്പെഷ്യലിസ്റ്റിന് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 12,000 മുതൽ 18,000 ദർഹംസ് വരെ, അതായത് 2,70,000 മുതൽ 4,00,000 രൂപ വരെ. ഒരു മാനേജർ പോസ്റ്റിലുള്ള ഒരാളുടെ സാലറി നോക്കിക്കഴിഞ്ഞാൽ AED 20 മുതൽ AED 40,000 ദർഹംസ് വരെ, അതായത് 4,50,000 മുതൽ 9,00,000 ഇന്ത്യൻ രൂപ വരെ. സോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രൊഫൈലുകളൊക്കെയാണ് ഇവിടെ ഇ-കൊമേഴ്സ് മേഖലയിലുള്ള ജോലി സാധ്യതയുള്ള കുറച്ച് പ്രൊഫൈലുകൾ. ഇനി ഞാൻ ഒരു പ്രൊഫൈൽ കൂടി പറയാൻ പോകുന്നുണ്ട്. ഇത് ഇ-കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഫൈലല്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കമന്റ് ബോക്സിൽ ചോദിച്ചൊരു പ്രൊഫൈലിനെ കുറിച്ചാണ്. ഞാൻ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ പറഞ്ഞ കൂട്ടത്തിൽ മിസ്സായി പോയാൽ ഞാൻ മറന്നുപോയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് ആർക്കിടെക്ചറൽ എഞ്ചിനീയർ. ആദ്യം ഇവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ഓർ റിലേറ്റഡ് ഫീൽഡ്, സ്പെഷ്യലൈസേഷൻ ഇൻ സസ്റ്റൈനബിൾ ഡിസൈൻ, അർബൻ പ്ലാനിംഗ് ഓർ പ്രൊജക്ട് മാനേജ്മെന്റിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഹൈലി കോമ്പറ്റീഷൻ ആയിട്ടുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.
ഇനി ഇവർക്ക് വേണ്ട ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വിത്ത് ദുബായ് മുനിസിപ്പാലിറ്റി ഓർ സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ് UAE. ഈ പറഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പ്രൊഫഷണലുകൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വേണ്ട ഒരു സർട്ടിഫിക്കേഷൻ ആണ് ലീഡ് സർട്ടിഫിക്കേഷൻ. കൂടാതെ ഓട്ടോകാഡ്, റിവിറ്റ്, സ്കെച്ചപ്പ് ആൻഡ് 3D മോഡലിംഗ് സോഫ്റ്റ്വെയർസിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇനി ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവലിലേക്ക് 1 മുതൽ 3 വർഷത്തെ എക്സ്പീരിയൻസും ഒരു സീനിയർ റോളിലേക്ക് ആർക്കിടെക്ട്, എഞ്ചിനീയറിംഗ് ആൻഡ് ഡിസൈനിങ്ങിൽ 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസും നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു സാലറി റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജൂനിയർ ആർക്കിടെക്ചർ എഞ്ചിനീയർക്ക് കിട്ടുന്ന ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 5000 മുതൽ 8000 ദിർഹംസ് വരെയാണ്. അതായത് 1 ലക്ഷം മുതൽ 1,80,000 രൂപ വരെ. ഇനി ഒരു മിഡ് ലെവൽ ആർക്കിടെക്ചർ എഞ്ചിനീയറുടെ സാലറി നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് 4 മുതൽ 7 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 8000 മുതൽ 12000 ദിർഹംസ് വരെ. INR നോക്കിക്കഴിഞ്ഞാൽ 1,80,000 മുതൽ 2,80,000 രൂപ വരെ. ഇനി ഒരു സീനിയർ ആർക്കിടെക്ചർ എഞ്ചിനീയർക്ക് കിട്ടുന്ന ആവറേജ് സാലറി നോക്കാം. ഇവർക്ക് 8 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 15,000 മുതൽ 20,000 ദിർഹംസ് വരെ. അതായത് 3,50,000 മുതൽ 4,60,000 രൂപ വരെ. ഇനി നമുക്ക് സ്പെഷ്യലൈസ്ഡ് റോളുകളിലേക്ക് പോകാം. അതായത് അർബൻ പ്ലാനർ, സസ്റ്റൈനബിലിറ്റി എക്സ്പെർട്ട്, ഇങ്ങനെയുള്ള സ്പെഷ്യലൈസ് ആയിട്ടുള്ള റോളുകളിലുള്ള ആളുകൾക്ക് കിട്ടുന്ന ആവറേജ് സാലറി നമുക്ക് നോക്കാം. ഇവർക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ മേഖലയിൽ 5 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് AED 25,000 മുതൽ 30,000 ദിർഹംസ് വരെയാണ്. INR എന്ന് പറയുന്നത് 5,80,000 മുതൽ 7 ലക്ഷം രൂപ വരെ. അടുത്തത് പ്രൊജക്ട് മാനേജേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സ്. ഇവർക്ക് 10 വർഷത്തിന് മുകളിലുള്ള എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇനി ഇവർക്ക് കിട്ടുന്ന ഒരു ആവറേജ് സാലറി എന്ന് പറയുന്നത് AED 30,000 മുതൽ 40,000 ദിർഹംസ് വരെ. INR 7 ലക്ഷം മുതൽ 9,30,000 രൂപ വരെ. സോ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ സീരീസ് വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് വേണം. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് ഇതുപോലുള്ള പല കാര്യങ്ങളും പല നമ്മുടെ കരിയർ ഗൈഡൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഇന്നോവേറ്റീവ് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതിനെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എന്താ നമുക്ക് അടുത്ത വീഡിയോ അടുത്തൊരു പ്രൊഫഷനായിട്ട് നമുക്ക് വരാം. പക്ഷേ അതിനുമുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പം നിങ്ങൾ മനസ്സിൽ പറയും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും അല്ലേ എന്നുള്ളതല്ലേ. അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടൺ അമർത്തുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് വരുന്ന കമൻറ്റുകൾക്കെല്ലാം തന്നെ ഞാൻ റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഇതുവരെയും ഈ പറയുന്ന മേഖലയിലൊന്നും വന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഏതാണോ അത് പറയാം. അതുപോലെ തന്നെ ഇനി ഇവിടെ വരുന്ന വേക്കൻസീസ് ഒക്കെ ഇതുപോലെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ഒരു ദിവസം ഒരു വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരുന്നു. നല്ല റെസ്പോൺസാണ് എനിക്ക് ആ ഒരു കമ്പനിയിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടിയത്. നല്ല റെസ്പോൺസാണ്. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന ആ ഒരു റിയൽ എസ്റ്റേറ്റ് ഫോട്ടോഗ്രാഫർ മേഖലയിലേക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിരുന്നു. അവർ കുറച്ച് ആളുകളെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലുള്ള വേക്കൻസീസ് ഒക്കെ വരും. ആ വേക്കൻസീസ് ഒക്കെ വരുന്നെല്ലാം ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ്ടും പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും മാസ്സലാമ.